നമസ്കാരം. ഇന്ന് നമ്മളൊരു ഫിഷ് കട്ട്ലറ്റാണ് തയ്യാറാക്കുവാൻ പോകുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന ക്യാൻഡ് ട്യൂണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ കേസ് ക്യാൻഡ് ട്യൂണ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്ന ഏതെങ്കിലും നല്ല മീൻ ഉപയോഗിച്ച് അത് വേവിച്ച് ഉലർത്തിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു ക്യാൻ ട്യൂണ ഓപ്പൺ ചെയ്തതാണ്. ഇത് ഓൾറെഡി കുക്ക്ഡ് ആയതിനു ശേഷമാണ് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത്. ഒമേഗ 3 ധാരാളം അടങ്ങിയിട്ടുള്ള ട്യൂണ പല വിധത്തിൽ ലഭ്യമാണ്. ലൈറ്റ് മീറ്റ് ട്യൂണ, വൈറ്റ് മീറ്റ് ട്യൂണ, അതുതന്നെ ട്യൂണ ഇൻ വാട്ടർ, ട്യൂണ ഇൻ സൺഫ്ലവർ ഓയിൽ, ട്യൂണ ഇൻ ഒലിവ് ഓയിൽ, ഇങ്ങനെ പല വിധത്തിൽ ഇത് ലഭ്യമാണ്. ഇതിലേത് വേണമെങ്കിൽ നമുക്ക് ഇതിനുവേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. സാൻഡ്വിച്ച് ട്യൂണ വളരെ ചെറിയ പീസുകളായതിനാൽ അത് ഇതിനുവേണ്ടി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്തായി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിഷായ ഫിഷ് കട്ട്ലറ്റിൻ്റെ ചേരുവകളും അത് തയ്യാറാക്കുന്ന വിധവും എങ്ങനെയെന്ന് നോക്കാം. അടുത്തതായി നമ്മുടെ ഫിഷ് കട്ട്ലറ്റിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ക്യാൻ ട്യൂണ എടുത്തിട്ടുണ്ട്. ഇത് 170 ഗ്രാമിൻ്റെ 2 ക്യാനാണ്. ട്യൂണ എപ്പോഴും നല്ല സോളിഡായിട്ടുള്ള ട്യൂണ തന്നെ ഉപയോഗിക്കണം. അതുകൂടാതെ സബോള 2 മീഡിയം സൈസ് എടുത്തിട്ടുണ്ട്, 2 മുട്ട, മീഡിയം സൈസ് 2 പൊട്ടറ്റോ, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ പീസ്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗരം മസാല, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. അതുകൂടാതെ എടുത്തിട്ടുള്ളത് കോൺഫ്ലവർ ആണ്. അതിൽ നിന്ന് കുറച്ച് കോൺഫ്ലവർ മതി, കുറച്ച് ഉപയോഗിക്കേണ്ടതാണ്. അതിനുശേഷം 3 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ബ്രെഡ് ഒരു തവയിൽ ഫ്ലെയിം തീരെ കുറച്ച് വെച്ച് നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് തിരിച്ചിട്ട് കൊടുത്തു. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ടോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡ് ചൂട് കാരണം ആവി കൊണ്ട് ചെറിയ രീതിയിൽ നനവുണ്ടാകാൻ സാധ്യതയുണ്ട്. നനവുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ആറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. അതുപോലെ നമ്മൾ എടുത്തിരുന്ന 2 ക്യാൻ ട്യൂണ ഓപ്പൺ ചെയ്ത് അതിലെ ഓയിൽ കളഞ്ഞതിന് ശേഷം, ഓയിൽ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ട്യൂണ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 മുട്ട, ഇത് നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ബ്രെഡ് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കണം. അതുപോലെ ട്യൂണ കൈകൊണ്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. ട്യൂണ കൈകൊണ്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് മിക്സിയുടെ ജാറിൽ 2-3 തവണയായിട്ട് കുറേശ്ശെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ രീതിയിൽ പൊടിഞ്ഞാൽ മതി, കൂടുതൽ പൊടിഞ്ഞു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അതുപോലെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് അത് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 മുട്ടയും ഒരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ഇഞ്ചി നമ്മളൊന്ന് തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 2 സവാള എണ്ണ എടുത്തിരുന്നത്, അത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിരുന്നു. നല്ല രീതിയിൽ ചൂടായി. അതിനുശേഷം കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷം ഇനിയും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ലപോലെ വഴന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന ട്യൂണ നമ്മൾ ഇതിൽ പാനിൽ ആഡ് ചെയ്യുന്നു. നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാനിലെ ട്യൂണ ആയത് കാരണം മറ്റുള്ള മീൻ കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തതായി നമ്മൾ ബോയിൽ ചെയ്ത് ഉടച്ചു വെച്ചിരുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ
നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഉപ്പ് തീരെ കുറച്ച് മതി. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇടാം. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നു. കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഗരം മസാല കുറച്ച് ആഡ് ചെയ്യുന്നു. ഗരം മസാല തീരെ കുറച്ച് മതി. നമുക്ക് ഇതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കൂട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിന് ഉപ്പ്, എരി ഇതെല്ലാം കറക്റ്റാണ്. കുറച്ചുകൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളകിന് ടേസ്റ്റ് ഇച്ചിരി കൂടി നിൽക്കുന്നത് നല്ലതാണ്. അതുപോലെ ഇനി നമുക്ക് ഇത് ബാക്കി ചെയ്യാൻ വേണ്ടി വലിയൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ ഈ കൂട്ടിൽ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. അതുപോലെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയിൽ കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് നല്ലതുപോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് കുറച്ച് മതി, ഒത്തിരി ആഡ് ചെയ്യരുത്. വേണമെങ്കിൽ പിന്നീട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ കട്ട്ലറ്റ് പൊട്ടാതെ നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യുന്നത്. കോൺഫ്ലവർ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടി കട്ട കെട്ടാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. കട്ട്ലറ്റിന് നല്ല ഒരു മുറുക്കം കിട്ടുവാൻ വേണ്ടിയാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഞാനൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ മിക്സ് കുറച്ച് നമ്മുടെ കൈകൊണ്ടെടുത്ത് നമ്മുടെ സ്പൂണിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒന്ന് ആക്കിയെടുക്കണം. ഒരു സൈഡ് വെച്ച് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം തിരിച്ച് വെച്ച് ആ സൈഡ് കൂടി നമ്മൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കും. 2 സൈഡും ഷേപ്പായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ആ ട്രഡീഷണൽ സ്റ്റൈലുള്ള കട്ട്ലറ്റിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനിയും നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ നല്ലപോലെ ഒന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് ഇതിൻ്റെ എല്ലാ സൈഡിലും വരത്തക്കണം, പിടിക്കത്തക്കണം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. അത് ഒന്നുകൂടെ നമ്മൾ ചെയ്യുന്നു. കൂടുതൽ ആവശ്യമില്ല. കുറച്ച് എടുത്ത് സ്പൂണിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. വലിയ കനം ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. തിരിച്ചു വെച്ച് അതുപോലെ തന്നെ 2 സൈഡും ഒരേ ഷേപ്പ് ആക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിൽ വീണ്ടും മുക്കുന്നു. ബ്രെഡ് ക്രംസിൽ നമ്മളൊന്ന് ഇട്ട് എല്ലാ സൈഡിലും അത് ഒരുപോലെ പിടിക്കത്തക്കണം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതുകൂടെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് കട്ട്ലറ്റിൻ്റെ കൂട്ട് ഇത്രയും നമ്മളാക്കിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇത് ഫുള്ള് ഫ്രൈ ചെയ്തെടുക്കുന്നില്ലെങ്കിൽ കുറച്ച് ആവശ്യമുള്ളത് എടുത്തതിന് ശേഷം ബാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഞാൻ ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ട്ലറ്റ് ഓരോന്ന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഒരുപോലെ വേകുവാൻ നോക്കണം, ഒരുപോലെ ഫ്രൈ ആകുവാൻ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ ആദ്യം വിട്ടത് ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ഇതുപോലെ കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫിഷ് കട്ട്ലറ്റ് അഥവാ ടൂണ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.